കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നുവെന്ന പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. കള്ളവോട്ട് ആരോപണം ചിലയിടങ്ങളിൽ വാക്തർക്കത്തിനും കാരണമായി. ജില്ലയിൽ വ്യാപക കള്ളവോട്ട് എന്ന ആരോപണവുമായി മുന്നണികൾ രംഗത്ത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കള്ളവോട്ട് ആരോപണമുയർന്നത് ചില ബൂത്തുകളിലും വാക്തർക്കത്തിനും സംഘർഷാവസ്ഥയ്ക്കും കാരണമായി. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ വിദേശത്തുള്ള യുവാവിന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തതായുള്ള ആരോപണം ഉയരുകയും ഇതിൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ കയ്യാർ ഡോൺ ബോസ്കോ AUP സ്കൂൾ 128 നമ്പർ ബൂത്തിലാണ് ഖാലിദ് എന്നയാളുടെ വോട്ട് സഹോദരൻ ജാഫർ ചെയ്തതായി പറയുന്നത്. ഇതു സംബന്ധിച്ച് BJP പ്രതിനിധികൾ കുമ്പള പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. കള്ളവോട്ട് ചെയ്തതായി പരാതി കിട്ടിയിട്ടില്ലെന്നും ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസറാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നുമാണ് കുമ്പള പോലീസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടപടികൾ അട്ടിമറിക്കുന്ന തരത്തിൽ LDFന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ വ്യാപക കള്ളവോട്ട് ചെയ്തതായി UDF ആരോപിക്കുന്നു. പിലിക്കോട് പഞ്ചായത്തിലെ 137 നമ്പർ ബൂത്ത് പുത്തിലോട്ട് AUP സ്കൂൾ ബൂത്തിലും 132 നമ്പർ ബൂത്ത് പിലിക്കോട് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ ബൂത്തിലും കള്ളവോട്ട് ശ്രമമുണ്ടായെന്ന് UDF ആരോപിക്കുന്നു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 154 നമ്പർ ബൂത്തിൽ വ്യാജ വോട്ടുകൾ ചെയ്യാനുള്ള ശ്രമം തടഞ്ഞപ്പോഴാണ് ബൂത്ത് ഏജന്റ് T രതിലയെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ രോഹിത് രമേശിനെയും ആക്രമിച്ചത് എന്നാണ് UDF ആരോപണം. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കള്ളവോട്ട് ചെയ്യാനെത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ വിട്ടയച്ചെന്നും UDF ആരോപിക്കുന്നു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നതായും ആരോപണമുയർന്നിട്ടുണ്ട്. തിരിച്ചറിയൽ കാർഡില്ലാതെ വോട്ടർമാർ ബൂത്തിലെത്തുകയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നതും ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണമുണ്ട്. CPMഉം തെരഞ്ഞെടുപ്പ് ജീവനക്കാരും പോലീസും ചേർന്ന് പല ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പറഞ്ഞു. പിലിക്കോട് പുത്തിലോട്ട് AUP സ്കൂളിലെയും പിലിക്കോട് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിലെയും തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിൽ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം UDF ഏജന്റുമാർ ചോദ്യം ചെയ്യുകയും ചലഞ്ച് ചെയ്യാൻ തയ്യാറാകുകയും ചെയ്തുവെങ്കിലും തെരഞ്ഞെടുപ്പ് ജീവനക്കാർ കള്ളവോട്ട് ചെയ്യാനെത്തിയവർക്ക് സൗകര്യമൊരുക്കുകയായിരുന്നുവെന്നും സന്ദീപ് വാര്യർ പറയുന്നു. വ്യാപക ക്രമക്കേടുകൾ നടന്ന ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്നും നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകുമെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ പകുതിയിലധികം പോളിംഗ് ബൂത്തുകളിലും വ്യാപകമായ കള്ളവോട്ടും ബൂത്ത് കയ്യേറ്റവും നടത്തി ജനാധിപത്യ പ്രക്രിയയെ കശാപ്പു ചെയ്തുവെന്ന് NDA സ്ഥാനാർത്ഥി രവികുളങ്ങര പറഞ്ഞു. നിയോജക മണ്ഡലത്തിൽ 92% പോളിംഗ് നടന്ന മുഴുവൻ ബൂത്തുകളിലും റീപോളിംഗ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.